നമസ്കാരം, ഞാൻ ജയന്താണ്. ഒരു കട്ടിൽ ഒരു മുറി പേര് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എന്താണ് ഒരു കട്ടിൽ ഒരു മുറി. അതേപോലെ തന്നെ പടം ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു കട്ടിലും മുറിയൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഫാമിലി നടക്കുന്നൊരു ചെറിയ സംഭവം. ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നൊരു പ്രശ്നം. ഇത്രയും വട്ടം കറക്കി ഇത്രയും ഇഴച്ച് എന്തിനാണ് ഇങ്ങനെ കാണിച്ചത് എന്നെനിക്കറിയത്തില്ല. പൂർണിമ ഇന്ദ്രജിത്താണ് ഇതിൽ മെയിൻ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഹക്കീം ഷാ എന്ന് പറയുന്നൊരു നടൻ, പിന്നെ ഒരു പുതുമുഖ നടിയുമുണ്ട്. എടുത്തു പറയേണ്ടതായിട്ട് ഇതിൽ ഒന്നുമില്ല. ഒരു ചെറിയ സംഭവം, ആ ഒരു ചെറിയ സംഭവത്തെ ഇത്രയും വലിയ രീതിക്ക് വലിച്ചു നീട്ടുന്നു, കാണിക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ക്ഷമയുള്ള ഒരാളിന് എന്തായാലും കയറി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. എന്തായാലും നമുക്കിതിൽ ത്രില്ലിംഗ് ആയിട്ടോ കോമഡി ആയിട്ടോ ഒന്നും ഒരു സംഭവമില്ല. ഫുള്ള് സാഡും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ ചിത്രം തീർച്ചയായും കയറി കാണണം. ഇതിൻ്റെ അവസാനം അവരൊരു നല്ല രീതിക്ക് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ, ഒരു ചെറിയൊരു സീക്വൻസ് പുള്ളിക്കാരി അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി പണ്ട് തൊട്ടേ സെലക്റ്റീവാണ്. അങ്ങനെ അധികം പടങ്ങളൊന്നും ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ഇതേപോലെ ഓരോ ചിത്രങ്ങൾ ചെയ്യും. എന്തായാലും പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ഒരു നല്ല അഭിനയമാണ് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ കഴിയുന്നത്. അതൊഴിച്ചാൽ വേറെ ഒന്നും എനിക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ട എന്തായാലും ഒന്നും ഈ ഒരു ചിത്രത്തിലില്ലായിരുന്നു. സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ എന്തായാലും പോയി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന ചിത്രം. ഈ പടം കണ്ടപ്പോഴത്തേക്ക് തൊട്ടടുത്തൊരു കട്ടിൽ ഒരു മുറി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കയറി കിടന്ന് ഉറയും കൂടി ഈ പടം കാണാമല്ലോ എന്ന് മനസ്സിൽ വന്നു. ഉള്ള സത്യമാണ്. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നാം, ചിലപ്പോൾ തോന്നാതിരിക്കാം. എന്തായാലും വലുതായിട്ട് എടുത്തു പറയേണ്ടതായിട്ടൊന്നും ഈ ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.